ഹലോ ഗൈസ്, അപ്പം ഞാൻ വളരെ സന്തോഷത്തിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിൽ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നെയിം റിവീലിംഗ് ബോക്സും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇത് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്ത് തന്നിരിക്കുന്നത് സിഗ്നേച്ചർ ഇവൻറ്റ്സ് പുനലൂരാണ്. അപ്പോൾ അവരുടെ വർക്കൊക്കെ അടിപൊളിയാണ്, വേണമെന്നുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. എനിവേ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെന്ന് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ഡേ ആണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കോംബോ ഒക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇന്ന് എന്ത് പറയുന്നത് തകർക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അവനും സെയിം ഈ ഒരു പാറ്റേൺ ഡ്രസ്സാണ് ഉള്ളത്. അപ്പം വീഡിയോയിൽ നേരത്തെ കണ്ട സുമംഗലമ്മയാണ്, സുമ്മൂന്ന് ഞാൻ വിളിക്കും. അപ്പോൾ പുള്ളിക്കാരിയായിരുന്നു എൻ്റെ പ്രസവരക്ഷയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം സുമംഗലമ്മയും അമ്മയും കൂടെ ചേർന്നിട്ടാണ് തട്ടവും വിളക്കും എല്ലാം ഒരുക്കി റെഡിയാക്കി വെക്കുന്നത്. അങ്ങനെ ഏകദേശം പായൊക്കെ വിരിച്ചു. നമ്മുടെ ഡെക്കറേഷനൊക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നന്ദുചേട്ടൻ അരിഞ്ഞാണമൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ആ ചരട് കെട്ടുന്ന ആ ഒരു വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല, ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞാൻ എടുത്ത്, കാരണം ആ കരച്ചിലൊക്കെ ഒന്ന് മാറ്റുകയാണ്. അതിന് ശേഷമായിരുന്നു ഞങ്ങൾക്ക് ടാസ്ക് എന്ന് പറഞ്ഞാൽ കേട്ടോ. കാരണം അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങാണല്ലോ. ഞാൻ ഫസ്റ്റ് തന്നെ വളയിട്ട് കൊടുത്തു. അപ്പോഴേ അവൻ കരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങി, ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോഴേ അവിടെ നിന്ന് ആരോ, സാധാരണ 28ഒക്കെ ആകുമ്പം എല്ലാ പിള്ളേരും ഇങ്ങനെ അലറി നിലവിളിച്ച് എന്ത് പറയുന്നത് കീറിക്കരയും എന്നുള്ളത് അവിടെ നിന്ന് ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്നാലും എനിക്ക് സഹിക്കാനായിട്ട് സാധിച്ചില്ല. എന്തായാലും അടുത്ത ചടങ്ങെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മാനം സ്വീകരിക്കൽ ചടങ്ങാണ്. അപ്പം ആര് കൊണ്ടുവരും നോക്കി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവസാനം ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വന്നിട്ട് അവനൊരു മാലയൊക്കെ ഇട്ട് തുടങ്ങി, നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ വളരെ സ്പീഡിലാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് അവളെയും കാണാനായിട്ട് സാധിക്കും. അഞ്ജനയും കാൽത്തളയൊക്കെ മേടിച്ചുകൊണ്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് എത്തിയത് കേട്ടോ. പിന്നെ അമ്മ ഒരു കൈച്ചീൻ പോലത്തെ ഒരു മുത്തിൻ്റെ ഒരു സംഭവം ഇട്ട് കൊടുക്കുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ സമ്മാനങ്ങളെല്ലാം വളരെ സ്പീഡിലൊക്കെ ഇട്ട് അതിനുശേഷം ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് പോയി. എന്താണെന്നെങ്കിലും ഇത്ര ഒരുങ്ങി, അപ്പം കുറച്ച് ഫോട്ടോ എടുത്തോളാമെന്ന് അല്ലെങ്കിൽ എടുത്തേക്കാമെന്ന് ഞങ്ങളങ്ങ് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ സേതുവിനെയാണ് ഞങ്ങൾ വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഫോട്ടോ എടുക്കണമെങ്കിൽ അവനെ സമീപിക്കുക, ഞാൻ അവനെ മെൻഷൻ ചെയ്യാം. അങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ളൊരു വീട്ടിലാണ് പോയത്. അവിടെയെന്ന് പറഞ്ഞാൽ ആനയും ഒരുപാട് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. ആ ഒരു ദിവസം ഭയങ്കര കളർഫുള്ളായി, വളരെ എന്ത് പറയുന്നത്, എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നേരെ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു ഫുഡൊക്കെ കഴിക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. കുഞ്ഞിന് പാൽ കൊടുക്കുന്നതുകൊണ്ടും അതേപോലെ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം വന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഏകദേശം വൈകിട്ടായി, എല്ലാവരും പോയി. പിന്നെ ഞാനും ഫ്രീ ആയി. അവന് നല്ല ഉറക്കമായി, അവൻ ഇപ്പോഴാണ് ഒന്ന് ഉറങ്ങിയത്. അതിനുശേഷം ഞാൻ പോയിട്ട് ആസ്വദിച്ച് ഞാൻ രണ്ടാമതും കുറച്ച് ചോറും മാങ്ങാച്ചറും ഒക്കെ കണ്ടപ്പം കഴിക്കേണ്ട ഒരു കൊതി, അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ, അല്ലെങ്കിൽ ഒരു കളർഫുൾ ഡേ എന്ന് പറഞ്ഞത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഉടനെ വരുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കാണാം. ബായ്.